ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം മനോഹരമായ ഭൂപ്രദേശം, പശ്ചിമഘട്ടവും അറബിക്കടലും അതിരിടുന്ന ഒരു സവിശേഷ ഭൂമിശാസ്ത്രം കാരണം പ്രകൃതി ദുരന്ത സാധ്യതകൾക്ക് വളരെ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. കാലവർഷം, തുലാവർഷം, കടൽക്ഷോഭം, തീരശോഷണം, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം തുടങ്ങിയ നിരവധി പ്രകൃതി പ്രതിഭാസങ്ങൾ കേരളത്തിൽ സാധാരണമാണ്. സമീപകാലത്ത് കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഭാഗമായി ഈ പ്രതിഭാസങ്ങളുടെ തീവ്രത വർദ്ധിക്കുകയും ജനജീവിതത്തിന് വലിയ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്, ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് തുടങ്ങിയ ഏജൻസികൾ നൽകുന്ന മുന്നറിയിപ്പുകൾക്ക് അതീവ പ്രാധാന്യമുണ്ട്. കേരളത്തിന്റെ ഭൂപ്രകൃതിയും ജനസാന്ദ്രതയും കണക്കിലെടുക്കുമ്പോൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ സാധാരണ ജനങ്ങളിലേക്കും ബന്ധപ്പെട്ട അധികാരികളിലേക്കും കൃത്യമായി എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പുകൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും ജീവഹാനിയും സാമ്പത്തിക നഷ്ടവും കുറയ്ക്കാനും സഹായിക്കുന്നു. ഇത്തവണത്തെ മുന്നറിയിപ്പുകൾ മഴയുടെയും കടൽക്ഷോഭത്തിന്റെയും തീവ്രതയെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നുണ്ട്. കേരളത്തിൽ വരും മണിക്കൂറുകളിൽ ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇത് പൊതുവെ സാധാരണ മഴയാണെന്ന് തോന്നാമെങ്കിലും ഈ ജില്ലകൾക്ക് അടുത്തിടെ ഉണ്ടായ മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു മുന്നറിയിപ്പുകൾ ഗൗരവമായി കാണണം. തുടർച്ചയായ ഇടത്തരം മഴയും ശക്തമായ കാറ്റും ചിലപ്പോൾ ചെറിയ തോതിലുള്ള വെള്ളക്കെട്ടുകൾക്കും മരങ്ങൾ കടപുഴകി വീഴുന്നതിനും കാരണമായേക്കാം. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയും മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് താരതമ്യേന അപകട സാധ്യത കുറഞ്ഞതാണെങ്കിലും ജാഗ്രത ആവശ്യമാണ്. മഴ മുന്നറിയിപ്പിനൊപ്പം അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ് കടൽക്ഷോഭം. കേരള തീരത്ത് 3.5 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് INCOIS മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ എന്നത് പ്രാദേശികമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. സാധാരണ കാറ്റില്ലാത്തപ്പോഴും അല്ലെങ്കിൽ വളരെ കുറഞ്ഞ കാറ്റുള്ളപ്പോഴും അപ്രതീക്ഷിതമായി വലിയ തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറുന്ന പ്രതിഭാസമാണിത്. ഭൂപ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ അല്ലെങ്കിൽ സമുദ്രാന്തർഭാഗത്തെ പ്രതിഭാസങ്ങൾ എന്നിവയാകാം ഇതിന് കാരണം. ഇത്തരം തിരമാലകൾക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയും. ഇത് തീരപ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്നതിനും തീരശോഷണം വർദ്ധിപ്പിക്കുന്നതിനും കടൽ തീരത്തെ നിർമ്മിതികൾക്ക് കേടുപാടുകൾ വരുത്തുന്നതിനും ഇടയാക്കും. മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർക്കും തീരദേശവാസികൾക്കും ഇത് വലിയ ഭീഷണിയാണ്. 3.5 മീറ്റർ ഉയരമുള്ള തിരമാലകൾ എന്നത് വളരെ വലുതാണ്. അത് ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിൽ നിന്നും കരക്കടിപ്പിക്കാനും തിരിച്ചിറക്കാനും ബുദ്ധിമുട്ടുണ്ടാക്കും. കൂടാതെ ബീച്ചുകളിലും പുലിമുട്ടുകളിലും വിനോദസഞ്ചാരികൾക്കും സാധാരണക്കാർക്കും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും ബന്ധപ്പെട്ട വകുപ്പുകളും ജനങ്ങളും ഒരുപോലെ ജാഗ്രത പാലിക്കണം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കടലിൽ ഇറങ്ങുന്നത് പൂർണ്ണമായി ഒഴിവാക്കുക. INCOISന്റെ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ യാതൊരു കാരണവശാലും മത്സ്യബന്ധനത്തിനായി കടലിൽ പോകരുത്. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും ഉൾപ്പെടെ എല്ലാത്തര യാനങ്ങളും ഒഴിവാക്കണം. എല്ലാവരും സുരക്ഷിതമായിരിക്കുക. ബോട്ടുകളും വള്ളങ്ങളും ഹാർബറിലോ മറ്റു സുരക്ഷിത സ്ഥാനങ്ങളിലോ കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണം. വള്ളങ്ങൾ തമ്മിൽ മതിയായ അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. കരക്കടുപ്പിക്കുന്നതും ഒഴിവാക്കുക. കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ ബോട്ടുകൾ കരക്കടുപ്പിക്കുന്നതും അപകടകരമാണ്. തിരമാലയുടെ ശക്തി കുറയുന്നത് വരെ കാത്തിരിക്കുക. അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്നും മാറി താമസിക്കാൻ അധികൃതർ നിർദ്ദേശിച്ചാൽ ഉടൻ മാറാൻ തയ്യാറാകണം. സുരക്ഷിതമായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം മത്സ്യബന്ധന ഉപകരണങ്ങൾ, വലകളും മറ്റു ഉപകരണങ്ങളുമൊക്കെ സുരക്ഷിതമായി സൂക്ഷിക്കുക. ബീച്ചുകളിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കുക. വിനോദസഞ്ചാരികളും പൊതുജനങ്ങളും ബീച്ചുകളിലേക്ക് യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം. കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും സാഹസിക പ്രവൃത്തികളും തീർത്തും ഒഴിവാക്കുക. പുഴകളിലും തോടുകളിലും അതീവ ജാഗ്രത പാലിക്കുക. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയരാനും ഒഴുക്ക് കൂടാനും സാധ്യതയുണ്ട്. അതിനാൽ പുഴകളിലോ തോടുകളിലോ ഇറങ്ങരുത്. കൂടാതെ മരങ്ങൾക്കും വൈദ്യുതി ലൈനുകൾക്കും താഴെ നിൽക്കരുത്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മരങ്ങൾ കടപുഴകി വീഴാനും വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴാനും സാധ്യതയുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അതോടൊപ്പം സർക്കാർ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുക. ദുരന്ത നിവാരണ അതോറിറ്റിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങൾ വിശ്വസിക്കരുത്. ഔദ്യോഗിക വിവരങ്ങൾക്കായി സർക്കാർ ചാനലുകളെ മാത്രം ആശ്രയിക്കുക.
അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം തേടുക. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലോ അല്ലെങ്കിൽ പോലീസിലോ ഫയർഫോഴ്സിലോ ബന്ധപ്പെടുക. കൂടാതെ സമീപകാലത്ത് കേരളം നേരിടുന്ന പ്രകൃതി ദുരന്തങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രകടമായ സൂചനകളാണ്. അപ്രതീക്ഷിതമായ അതിതീവ്ര മഴ, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടലുകൾ, തീവ്രമായ കടൽക്ഷോഭം എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. ആഗോളതാപനം കാരണം സമുദ്ര ജലനിരപ്പ് ഉയരുന്നതും തീരദേശങ്ങളിൽ കടൽ വെള്ളം കയറുന്നതും കേരളത്തിന് വലിയ ഭീഷണിയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൂടുതൽ കൃത്യവും വേഗത്തിലാക്കുകയും ജനങ്ങളെ സുരക്ഷിതരാക്കാൻ ദീർഘകാലം പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രകൃതിയെ പരിഗണിക്കാത്ത സമീപനങ്ങൾ, പുഴകളുടെയും കായലുകളുടെയും കയ്യേറ്റം, വനനശീകരണം എന്നിവയെല്ലാം ദുരന്തങ്ങളുടെ ആഘാതം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ കുറയ്ക്കാൻ പ്രകൃതി സൗഹൃദപരമായ വികസന പദ്ധതികളും കൂടുതൽ ശക്തമായ ദുരന്ത നിവാരണ സംവിധാനങ്ങളും അത്യാവശ്യമാണ്.